ഇന്ന് നമുക്ക് കപ്പ കൊണ്ട് ഒരു കറി തയ്യാറാക്കിയാലോ? നമുക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ കറി. അപ്പം അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് വേഗം തന്നെ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കപ്പ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കുക്കറിലൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ കുക്കറിലാട്ടോ വേവിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും തിളപ്പിച്ച് എടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം. കുക്കറിലാകുമ്പോൾ ഒരു 1-2 വിസിലടിക്കുമ്പോഴേ നമ്മുടെ കപ്പ നല്ലപോലെ വെന്ത് വരും. ഇപ്പൊ ഞാൻ 2 വിസിലടിപ്പിച്ചതാട്ടോ, നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അതിനായിട്ട് ആദ്യം നമ്മൾ അതിന്റെ വെള്ളം ഒന്ന് കളഞ്ഞിട്ടതിന് ശേഷം വേണം ഉടച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനിച്ചട്ടിയിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഉണക്കമുളക്, കുറച്ച് ഇഞ്ചി, ചെറിയുള്ളി, കരിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒരുപാട് ബ്രൗൺ ഒന്നും ആയി പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതിന്റെ പച്ചമണം ഒന്ന് മാറി വന്നാൽ മതി. ഈ സമയത്ത് നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ലേശം മഞ്ഞപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും നല്ലപോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അതിന്റെ പച്ചമണം മാറുന്ന സമയത്ത് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ കപ്പ ഇതിലേക്ക് ഒന്ന് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നല്ലപോലെ നമ്മുടെ മസാല കപ്പയിലേക്ക് വരുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കറിയുടെ വെള്ളം നീട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത്ര ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മുടെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ചേരം ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് കപ്പയല്ലേ കുറച്ച് ടൈറ്റ് ആവും നമ്മൾ എടുക്കുന്ന സമയത്ത്. അപ്പോൾ ആ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ലേശം ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. ഇപ്പൊ നമ്മുടെ കറിയൊക്കെ നല്ല അടിപൊളിയായി സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് അപ്പത്തിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ചോറിന്റെ കൂടെയോ ദോശയുടെ കൂടെ ഇഡലിയുടെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് വന്ന് പറയണം കേട്ടോ. അപ്പൊ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.